നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത് ദുബായിലാണ്. ഒരു ദുബായ് വിസിറ്റിൻ്റെ ഭാഗമായി എത്തിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും ക്വസ്റ്റ്യൻ ആൻസറിങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത. മഹീന്ദ്ര ആദ്യകാലത്ത് തന്നെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് ഇന്ത്യയിൽ അവതരിപ്പിച്ചൊരു കമ്പനിയാണ്. ആ വാഹനത്തിൻ്റെ പേര് മഹീന്ദ്ര ഗെറ്റവേ എന്നാണ്. പലർക്കും അതിനെപ്പറ്റി അറിയുക പോലും ഉണ്ടാവില്ല, കാരണം വെച്ചാൽ അതൊരു വലിയ ഹിറ്റൊന്നുമായില്ല. ആ കാലത്ത് തന്നെയാണ് ടാറ്റയുടെ സെനൻ എന്നൊരു പിക്കപ്പ് ട്രക്കും വന്നത്. ഈ രണ്ട് പിക്കപ്പ് ട്രക്കുകളും വലിയ വിജയമായില്ല, കാരണം അതിൻ്റെ നിലവാരമില്ലായ്മ തന്നെയാണ്. അതൊരു കാര്യം കേട്ടോ. മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് അതെല്ലാം പെട്ടി ഓട്ടോറിക്ഷ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളായിട്ടാണ് ഇന്ത്യക്കാർ കണക്കാക്കിയിരുന്നത്. അതാണ് പ്രശ്നം. പിന്നീട് അതിൻ്റെ മാറ്റം വന്നത് ടൊയോട്ടയുടെ ഹൈലക്സും അതുപോലെ തന്നെ ഇസുസു ഡിമാക്സ് വീക്രോസും ഒക്കെ വന്നപ്പോഴാണ്. എങ്കിൽ പോലും ഇപ്പോഴും അതൊരു വലിയ മാറ്റമൊന്നും കണക്കാക്കാനില്ല. വളരെ ചെറിയ വോളിയം മാത്രമേ ഇപ്പോഴും അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ വിൽക്കുന്നുള്ളൂ. മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫാർ ഈസ്റ്റിലൊക്കെയുള്ള പല രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും എവിടെയും കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പോലും പിക്കപ്പ് ട്രക്കുകളാണ്. അവർ സുഖമായിട്ട് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നു, അതുപോലെ 4-5 പേര് സുഖമായിട്ട് അകത്തിന് സഞ്ചരിക്കുന്നു, ഓഫ് റോഡിന് പോകുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അവരുടെ ജീവിതമായിട്ട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന വാഹനങ്ങളാണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ. എന്തായാലും ഇന്ത്യയിൽ ആ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ വിജയമായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിൽ മഹീന്ദ്ര അവതരിപ്പിച്ച സ്കോർപിയോ എക്സ് എന്ന് പറയുന്ന ഒരു പിക്കപ്പ് ട്രക്കാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഗംഭീര ലുക്കുള്ള ഒരു വാഹനമാണിത്. സ്കോർപിയോ എക്സ് എന്ന പേര് ഇന്ത്യയിൽ പേറ്റൻറ്റിന് മഹീന്ദ്ര ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇത് വരുന്നു എന്നുള്ള കാര്യം ഏകദേശമൊക്കെ സ്ഥിരീകരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. Z121 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ, ഈ കമ്പനിക്കുള്ളിൽ അറിയപ്പെടുന്ന ഒരു പേര് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ സ്കോർപിയോ എക്സ് വിപണിയിൽ എത്തുമെന്നാണ് മഹീന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിലായിരിക്കും രണ്ടാമത് വരുന്നത്. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും അവതരിപ്പിച്ച ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് ഈ വാഹനം വരുന്നതും എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ലാഡർ ഫ്രെയിം പ്ലാറ്റ്ഫോമിലാണ് സ്കോർപിയോ എക്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജെൻ എന്ന ആ ഒരു വാക്കിനെ ആയിരിക്കാം ദ്യോതിപ്പിക്കുന്നതെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഗ്ലോബൽ എൻക്യാപ്പ്, അതുപോലെ യൂറോ എൻക്യാപ്പ് തുടങ്ങിയ ക്രാഷ് ടെസ്റ്റുകളിൽ വിജയിക്കും ഈ വാഹനം എന്ന് മഹീന്ദ്ര ഉറപ്പ് പറയുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ നിലവാരം എന്നാണ് മഹീന്ദ്ര ഉറപ്പ് പറയുന്നത്. സ്കോർപിയോ എന്നു പറയുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്ന മഹീന്ദ്രയുടെ മോഡലുണ്ടല്ലോ. പഴയ സ്കോർപിയോയുടെ ബന്ധമൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ആ സ്കോർപിയോ എന്നിൻ്റെ പല ഘടകങ്ങളും ഈ സ്കോർപിയോ എക്സ് എന്ന ഈ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മുൻഭാഗം ഏതാണ്ട് അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ജെൻ ലുക്ക് ഉണ്ടെന്നുള്ള സത്യമാണ്. അതുപോലെ മുൻ ഡോറുകൾ, ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ് വീല്, സീറ്റുകൾ എന്നിവയെല്ലാം സ്കോർപിയോയുമായിട്ട് പങ്കിടുകയായിരിക്കും ചെയ്യുന്നത് സ്കോർപിയോ എൻ. ലെവൽ 2 അഡാസ്, 5G ബേസ്ഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, സൺറൂഫ് എന്നിവ കൂടാതെ ട്രെയിലർ സ്വേ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി തന്നിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും MVD സമ്മതിക്കാറില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇത്തരം പിക്കപ്പ് ട്രക്കുകളുടെ ബാക്കിൽ ഒരു ട്രെയിലർ കൂടി ഘടിപ്പിച്ച് അതിൻ്റെ സാധനങ്ങൾ, പിന്നെ എന്താണ്, ചെറിയ ബോട്ടുകൾ പോലും കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഈ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലർ ഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രെയിലർ ഇങ്ങനെ സ്ഥാനം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ട്രെയിലറിൻ്റെ സ്ഥാനം തെറ്റുന്നത് കണ്ടുപിടിച്ച് അത് കറക്റ്റാക്കുന്ന, അത് വളരെ കൃത്യമായും ബ്രേക്ക് ചെയ്താണെങ്കിൽ ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ വശത്തു നിന്നും സൈഡിലേക്ക് നീക്കി വളരെ കൃത്യമായി വാഹനത്തിൻ്റെ അതേ ലെവലിൽ നിർത്തുന്ന രീതിയിലുള്ള ആ ഒരു ഫീച്ചർ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ട്രെയിലർ സ്വേ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അത് ESP വഴി, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് അത് കണ്ടെത്തുന്നത്, ഇതിൻ്റെ സ്ഥാനഭ്രംശം. അതുവഴി തന്നെ അത് നേരെയാക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും വാഹനത്തിൻ്റെ അതേ രീതിയിൽ തന്നെ പിൻഭാഗത്ത് ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കും. അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും അത്തരത്തിലുള്ള പുതിയ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. എന്തായാലും എംഹോക്കിൻ്റെ ആ ഒരു ഡീസൽ എഞ്ചിൻ, എംഹോക്ക് ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഡീസൽ എഞ്ചിനും, അതുപോലെ 6 സ്പീഡ് മാനുവൽ, അതുപോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഒക്കെ ഈ ഒരു സ്കോർപിയോ എക്സിനുണ്ടാകും. 4 വീൽ ഡ്രൈവ് വാഹനമായിരിക്കും. നോർമൽ, ഗ്രാസ്, മഡ്, സാൻഡ് തുടങ്ങിയ ഫീച്ചേഴ്സുള്ള ഡ്രൈവിംഗ് മോഡുകൾ അല്ലെങ്കിൽ ടെറൈൻ മോഡുകളൊക്കെ ഈ വാഹനത്തിനുണ്ടാകും. എന്ന് പറയുമ്പോൾ പക്ക ഓഫ് റോഡർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ആദ്യം വിദേശ വിപണിയിലായിരിക്കും എത്തുക, അതിനുശേഷം ഇന്ത്യയിലെത്തും.
അതുപോലെ ഈ വിപണിക്കനുസരിച്ച് പല രാജ്യങ്ങളിലും ഇപ്പോൾ ഡീസൽ എഞ്ചിനൊന്നും പലരും വാങ്ങിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലും അത് ആവശ്യമുള്ള വിപണികളിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മഹീന്ദ്രയുടെ വരാൻ പോകുന്ന XUV 300 ഫേസ് ലിഫ്റ്റാണ്. അതിനുശേഷം XUV 700 ഇലക്ട്രിക് വരുന്നു. അങ്ങനെ 2-3 വാഹനങ്ങൾ വന്ന ശേഷമായിരിക്കും ഈ X എന്ന മോഡൽ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഈ വാഹനം വിപണിയിലെത്തും. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും പറ്റുമെങ്കിൽ ആ രാജ്യത്ത് പോയി ഓടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ രസകരമായ ഒരു പിക്കപ്പ് ട്രക്കാണ് കാഴ്ചയിൽ ഈ വാഹനം എന്നുള്ളത് സംശയമില്ല. എന്തായാലും ഗെറ്റവേയുടെ ആ ഒരു ദൗർഭാഗ്യമൊന്നും ഈ വാഹനത്തിന് വരാനുള്ള സാധ്യതയില്ല. കാരണം ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് വിപണി കുറച്ചൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞു. പല പ്ലെയേഴ്സും ഇപ്പോൾ ആ ഒരു രംഗത്തേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര സ്കോർപിയോ X ഒരു വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതായത് ശരത് ദാസ് ആണ് കാലടിയിൽ നിന്നും. ഞാൻ 7 സീറ്റർ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഹ്യുണ്ടായി അൽക്കസാർ ആണ് മനസ്സിലുള്ളത്. ഈ മോഡൽ നിർത്തലാക്കാൻ സാധ്യതയുണ്ടോ? അധികമൊന്നും റോഡിൽ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാഹനം അൽക്കസാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അല്പം നീളം കൂടിയ അല്ലെങ്കിൽ 7 സീറ്റർ ഒരു ക്രെറ്റയുടെ 7 സീറ്റർ വാഹനം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ 7 സീറ്റർ വാഹനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമ്മളിപ്പോൾ സാധാരണ 5 സീറ്റർ വിൽക്കുന്ന അത്രയും വിപുലമായിട്ടൊന്നും വിൽക്കാറില്ല. അത് ഏത് വാഹനമായാലും ഇപ്പം അതിനൊരു അപവാദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയുന്ന മഹീന്ദ്ര XUV 700 ആണ്. അത് ആളുകൾ 7 സീറ്റർ ആണെങ്കിലും കാര്യമായ രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. മറ്റു വാഹനങ്ങളൊക്കെ 7 സീറ്റർ ആവശ്യമുള്ള വലിയ കുടുംബങ്ങളല്ലാതെ ആരും അങ്ങനെ എടുക്കാറില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും പറയുന്ന പോലെ 7 സീറ്റർ ആണെങ്കിലും 3-ാം നിര സീറ്റിൽ വലിയ സ്ഥലസൗകര്യമൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അതൊരു 7 സീറ്റർ എന്നുള്ള ആ ഒരു പേര് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കൊച്ചു കുട്ടികൾക്കാണ് 3rd റോ സീറ്റിലിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അൽക്കസാർ ആവശ്യക്കാരൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെ മോശമല്ലാത്ത രീതിയിൽ വിൽക്കുന്നുമുണ്ട്. എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എവിടെ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അൽക്കസാറിന് ഫേസ് ലിഫ്റ്റ് വരണമല്ലോ, അതെവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരികയാണ്. ഇപ്പോൾ ഈ മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ അൽക്കസാറിൻ്റെ ഫേസ് ലിഫ്റ്റ് വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ ക്രെറ്റയുടെ ഒരു 7 സീറ്റർ മോഡലാണ് ഇതെന്നുള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ അൽക്കസാറിൻ്റേതായ ചില മാറ്റങ്ങൾ അതിൽ വരുത്താറുണ്ടെന്നുള്ളൂ. ഇപ്പോൾ പുതിയ അൽക്കസാർ വരുമ്പോൾ ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, അതുപോലെ ഹെഡ് ലാമ്പ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അലോയ് വീല്, ടെയിൽ ലാമ്പ് എന്നിവയൊക്കെ വ്യത്യസ്തമായ ഡിസൈനിലായിരിക്കും. ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ക്രെറ്റയുടെ തന്നെയായിരിക്കും. 2 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനുകൾ ഉണ്ടാകും. അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാകും. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാകും. അതുപോലെ പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റുകൾ എന്നിവയൊക്കെ ക്രെറ്റയിൽ നിന്നുള്ളത് തന്നെ ഈ ഒരു വാഹനത്തിലും ഉപയോഗിക്കും. ഇൻറ്റീരിയർ നിറങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോഴായിരിക്കും നമുക്ക് ക്രെറ്റ ഏതാണ് അതുപോലെ അൽക്കസാർ ഏതാണ് എന്നും തിരിച്ചറിയാൻ പറ്റുക. എഞ്ചിനിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. 160 bhp, 1.5 ലിറ്റർ ടർബോ പെട്രോളും 1.5 ലിറ്റർ ഡീസൽ എന്നിവയും ക്രെറ്റയുടേത് തന്നെയായിരിക്കും. ഡീസൽ എഞ്ചിൻ 115 bhp ആണ്. മാനുവൽ അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും ഉണ്ടാകും. വില ഒരല്പം കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ കുറേ ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട് ക്രെറ്റയിൽ. അതേ ഒരു വില വ്യത്യാസം തീർച്ചയായിട്ടും വില കൂടുതൽ അൽക്കസാറിലും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് വില കുറച്ചൊരു വാഹന കമ്പനി എന്നെ ഞെട്ടിച്ചത് ഏറ്റവും പുതിയ റെനോയുടെ മോഡലുകളാണ്. മിക്ക മോഡലിനും വില കുറഞ്ഞു, പക്ഷേ ഫീച്ചേഴ്സ് കൂടി. ഒരു വിൽപ്പന തന്ത്രം ആണ്. പക്ഷേ അതൊന്നും ഈ ഒരു ഹ്യുണ്ടായുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. ടാറ്റ സഫാരി, MG ഹെക്ടർ പ്ലസ്, അതുപോലെ മഹീന്ദ്ര XUV 700 എന്നിവയോടായിരിക്കും ഈ വാഹനം മത്സരിക്കുക. എന്തായാലും നല്ല ഇൻറ്റീരിയർ സ്പേസും നല്ല സെക്കൻഡ് റോ സീറ്റുള്ളൊരു വാഹനമാണ് 7 സീറ്റർ മോഡൽ. തീർച്ചയായിട്ടും അൽക്കസാറിൻ്റെ യാത്രാസുഖത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ശരദാസ് ഒട്ടും വിഷമിക്കേണ്ട. വാഹനം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ഫേസ് ലിഫ്റ്റ് വലിയ താമസമില്ലാതെ വരികയാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സുധാ ചന്ദ്രനാണ് പെരിന്തൽമണ്ണയിൽ നിന്നും. പെട്രോൾ വില കുതിച്ചു കയറുന്നതുകൊണ്ട് CNGയിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. CNGയും ഓട്ടോമാറ്റിക്കും ഒരുമിച്ച് ഒരു കാറിലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ടാറ്റ ടിയാഗോ CNG ഓട്ടോമാറ്റിക് വന്നതായിട്ട് ആ വാർത്ത കണ്ടു. ഈ മോഡലിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ EVകളുടെ രംഗത്ത്, അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്ത് ടാറ്റ നടത്തുന്ന ഒരു മുന്നേറ്റം നമുക്കറിയാമല്ലോ. എന്ത് ഗംഭീരമായിട്ടാണ് ഓരോ ദിവസവും ഓരോ വാഹനങ്ങൾ കൊണ്ടുവരുന്ന സംഭവം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ആ രംഗത്ത് അജയ്യരാണ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മഹീന്ദ്ര പോലുള്ള വമ്പൻ വാഹന നിർമ്മാതാക്കൾക്ക് പോലും ടാറ്റയുടെ ഒപ്പം എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ടാറ്റ മാറി കഴിഞ്ഞിരിക്കുകയാണ് EVകളുടെ കാര്യത്തിൽ. മാരുതി പോലും EVX എന്ന് പറഞ്ഞ പുതിയ ആദ്യത്തെ ഒരു ഇലക്ട്രിക് മോഡൽ കൊണ്ടുവന്നിട്ട് വേണം ഇനി ടാറ്റയുടെ ഒന്ന് മത്സരിച്ച് തുടങ്ങാൻ. അപ്പോഴത്തേക്കൊക്കെ ടാറ്റ ബഹുദൂരം മുന്നിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് CNG വാഹനങ്ങളുടെ കാര്യം. ഇപ്പോൾ CNG നോക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76 രൂപ മറ്റാണ് 1 കിലോ CNGക്ക്. 107 രൂപയുണ്ട് പെട്രോളിന്. അപ്പോൾ അത്രയും വില വ്യത്യാസം ഉള്ളപ്പോൾ CNGയിലേക്ക് ആൾക്കാർ കാര്യമായിട്ട് മാറുന്നുണ്ട് എന്നൊരു തെളിവായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്, ഞാൻ എറണാകുളത്ത് ബൈപ്പാസിൽ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കാൻ പോകുന്ന ആ പമ്പിൽ CNGയും കിട്ടുന്നുണ്ട്. അവിടെ നീണ്ട നിരയാണ് എപ്പോഴും വാഹനങ്ങളുടെ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ടാക്സി വാഹനങ്ങളൊക്കെ കുറേയൊക്കെ CNGയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്.
അപ്പോൾ CNG രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവന്ന ടാറ്റയാണ്. ഒരു വലിയ വിപ്ലവമായിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ CNG വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ബൂട്ട് സ്പേസ് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അതായത് വലിയ CNG ടാങ്ക് എടുത്ത് അവിടെ വയ്ക്കും, അതോടുകൂടി ബൂട്ട് സ്പേസ് ഇല്ലാത്ത അവസ്ഥ വരും. ടാറ്റ ആ കാര്യത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതായത് അൾട്രോസ് എന്ന വാഹനത്തിൻ്റെ CNG മോഡൽ വന്നപ്പോൾ ടാറ്റ ചെയ്തത് അതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ താഴെ 2 സ്പ്ലിറ്റ് ടാങ്കുകളാക്കി മാറ്റിയെന്നുള്ളതാണ്. അതായത് വലിയൊരു ടാങ്ക് എടുത്ത് വയ്ക്കുമ്പോഴാണല്ലോ സ്പേസ് പോകുന്നത്. അപ്പം ബൂട്ടിൻ്റെ താഴെ ഭാഗത്ത് വളരെ മനോഹരമായിട്ട് അങ്ങനെ വിരിച്ചിട്ട പോലെ 2 ടാങ്കാക്കി. അപ്പോൾ അതുകൊണ്ട് ബൂട്ട് സ്പേസ് ചെറിയ കുറവ് വന്നെങ്കിൽ പോലും മുഴുവൻ അപഹരിച്ച് പോകുന്നൊരു പ്രശ്നം ഉണ്ടായില്ല. അതൊരു വലിയ വിപ്ലവം തന്നെയാണെന്നുള്ളൊരു സംശയമില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ടിയാഗോ വന്നപ്പോഴും ടാങ്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. 30 ലിറ്ററിൻ്റെ 2 ടാങ്കുകളങ്ങ് നിരത്തി അങ്ങ് വെച്ചു. അപ്പം അതുപോലുള്ളൊരു മറ്റൊരു പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ സ്പെയർ വീൽ അവിടെ വയ്ക്കും എന്നുള്ള പ്രശ്നമാണ്. സ്പെയർ വീല് SUV-കളുടെയൊക്കെ പോലെ, സ്കോർപ്പിയോ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ പോലെ അടിയിലേക്ക് കയറ്റി വാഹനത്തിൻ്റെ അടിയിൽ അങ്ങ് വെച്ചു. അപ്പോൾ മുകളിൽ നമുക്ക് തിരിച്ചിരിച്ച് ഇത് ഇറക്കാം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാധാരണക്കാരെ സംബന്ധിച്ച്. വർക്ക്ഷോപ്പുകാർക്കൊക്കെ എളുപ്പമാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുറച്ച് പണിയുണ്ട്. എന്നാൽ പോലും ഒന്നും കളഞ്ഞിട്ടില്ല എന്നുള്ളത്, എല്ലാം ഒപ്പിച്ചവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ടിയാഗോയുടെ പ്രത്യേകത. അപ്പോൾ ടിയാഗോയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു വമ്പൻ സംഭവമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് CNG ആണെന്നുള്ള കാര്യമാണ്. ഇത്രകാലം CNG വാഹനങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല. മാരുതിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ വാഹനത്തിലുണ്ട് ഓട്ടോമാറ്റിക് എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. AMT ആണെന്നുള്ളത് മറ്റൊരു സത്യം. ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ച് ലാഗൊക്കെ ഉള്ളതാണെന്ന് അറിയാമല്ലോ. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ടിയാഗോയിലെ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയാണ്. ഇത് 73 BSP ആയിട്ട് മാറുമെന്നേ ഉള്ളൂ CNGയിൽ ഓടുന്ന സമയത്ത്. പെട്രോളിലാണ് ഓടുന്നതെങ്കിൽ 86 BSP പവറുണ്ട്. അപ്പോൾ CNG ഓടുന്ന വാഹനങ്ങൾ എപ്പോഴും പവർ അല്പം കുറവായിരിക്കും. ടോർക്കാണെങ്കിൽ 113 ന്യൂട്ടൺ മീറ്ററുമാണ് പെട്രോൾ ഓടുമ്പോൾ, പക്ഷേ CNGയിൽ ഓടുമ്പോൾ 95 ന്യൂട്ടൺ മീറ്ററേ ഉള്ളൂ. പെട്രോൾ വേരിയൻറ്റിലെ അതേ 5 സ്പീഡ് AMT ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. കീ തിരിക്കുമ്പോൾ CNGയിൽ തന്നെയാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണല്ലോ പെട്രോൾ ഏറ്റവും അധികം കത്തുന്നൊരു സമയം, അതാണ് അത് ഒഴിവാകുന്നു. CNGയിലാണ് വാഹനം സ്റ്റാർട്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആ ഒരു സമയത്തെ ഫ്യൂവൽ നഷ്ടം കുറേയൊക്കെ കുറയുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിൽ അതും ചെറിയ വേഗതയിലൊക്കെ ചെറിയൊരു ലാഗ് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. അതിന് കാരണം CNGയിലാണ് ഓടുന്നുള്ളതുകൊണ്ട് ഒരു കാര്യം, മറ്റൊന്ന് AMTയിലാണ്. രണ്ടുകൂടെ ചെല്ലുമ്പോൾ ചെറിയ ലാഗ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതായത് CNG വാഹനങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഒരു ബേസ്ഡ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അത് എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ടിയാഗോയിലും ഈ പറഞ്ഞ 30 ലിറ്ററിൻ്റെ ടാങ്കുകൾ 2 ടാങ്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൂട്ട് സ്പേസ് 107 ലിറ്റർ ഉണ്ട്. 107 ലിറ്റർ എന്ന് വെച്ചാൽ അങ്ങനെ വളരെ കാര്യമായ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ ടാങ്കാണ് വയ്ക്കുന്നതെങ്കിൽ ബൂട്ട് സ്പേസ് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതിൻ്റെ മൂലയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തുണിവായൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇപ്പോൾ വാഗണാറിൻ്റെയൊക്കെ ഈ CNG മോഡൽ പലപ്പോഴും നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഊബർ വിളിക്കുമ്പോഴത്തേക്കും ഈ വാഹനം വരും. അപ്പോൾ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഡ്രൈവർ നമ്മളെ നോക്കും, നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന 2 പെട്ടിയും നോക്കും, ഒന്നും ബൂട്ടിൽ കയറില്ല. പിന്നെ അത് മുൻഭാഗത്ത് നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മുൻഭാഗത്ത് സീറ്റിലൊക്കെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം Uber XL എന്ന് പറയുന്നതൊക്കെയാണ് വിളിക്കാറുള്ളത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകാൻ. അതാകുമ്പോഴത്തേക്കും ബൂട്ടിൽ എന്തായാലും കുറച്ച് സ്ഥലം കാണും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 107 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. കുറച്ച് മോശമല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഗ്യാസിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വാൽവ് അന്തരീക്ഷത്തിലേക്ക് തുറന്നിട്ട് ഗ്യാസ് അവിടേക്ക് പൊക്കോളും. അകത്തൊന്നും വ്യാപിക്കില്ല, പൊട്ടിത്തെറിക്കില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊടുത്തിട്ടുണ്ട്. അത് മാൻഡേറ്ററിയാണ്, എല്ലാ വാഹനങ്ങളും വെക്കണം എന്നുള്ള കാര്യമുണ്ട്. 28 കിലോമീറ്ററാണ് മൈലേജ് 1 കിലോ ഈ CNGയിൽ ടാറ്റ പറയുന്നു. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ 28 കിലോമീറ്റർ ഓടുന്നു എന്ന് പറഞ്ഞ പോലെ ആകാം. പക്ഷേ അതിനേക്കാൾ ചിലവ് കുറവാണല്ലോ. കാരണം ഇപ്പോൾ CNGക്ക് വില കുറവാണ്, 76 രൂപയിലുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 3 രൂപ 41 പൈസയോ മറ്റാണ് 1 ലിറ്റർ CNGയിൽ 1 കിലോ CNGയിൽ ഈ വാഹനം ഓടാൻ വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 10 രൂപയ്ക്കൊക്കെ അടുത്തുണ്ട് ഒരു സാധാരണ പെട്രോൾ വാഹനം 1 കിലോമീറ്റർ ഓടാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1/3 ചിലവിലാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ലാഭകരമായ ഒരു വാഹനമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഫീച്ചേഴ്സിലൊക്കെ പോകുകയാണെങ്കിൽ ടിയാഗോയുടെ ടോപ്പ് എൻഡ് മോഡലിൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ഉണ്ട്, ഹാർമൻ്റെ ഓഡിയോ സിസ്റ്റം ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വൈപ്പറുകളുണ്ട്. അവർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ഫോൾഡബിൾ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ് ഉണ്ട്, പിന്നിൽ വൈപ്പറുണ്ട്, വാഷറുണ്ട്, റിയർ പാർക്കിംഗ് ക്യാമറയുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, 2 എയർ ബാഗുകളുണ്ട്, ABS ഉണ്ട്, EBD ഉണ്ട്, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇത്രയുണ്ട്. ഒരു ചെറിയ ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒട്ടും മോശമല്ല. ഇനി എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ICNG എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല.
ഇൻറ്റീരിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാവുന്നത് സെൻട്രൽ കൺസോളിൽ CNG ബട്ടൺ തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ 2 ഫ്യൂൽ ഗേജ്, പെട്രോളിൻ്റെയും CNGയുടെയും ഫ്യൂൽ ഗേജ് കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലിലെ പുതുക്കിയ ടാറ്റ ലോഗോ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇൻറ്റീരിയറിൽ പറയാനുള്ളൂ. XT എന്ന വേരിയൻറ്റിന് 7.9 ലക്ഷം രൂപയാണ്. അതാണ് എൻട്രി ലെവൽ വേരിയൻറ്റ്. അതിന് 7.9 ലക്ഷം രൂപയാണ്. ടോപ്പ് എൻഡ് മോഡലിന് 8.9 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ വ്യത്യാസമാണുള്ളത്. അപ്പോൾ വില നോക്കുമ്പോൾ പെട്രോൾ മോഡലിനേക്കാളും ഏകദേശം 50,000 രൂപകളൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഈ CNG എന്ന മോഡലിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെട്രോളിൻ്റെ 1/3 ചിലവിൽ നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വിലയെന്നൊരു സംഭവം വില കുറച്ച് കാലം ഓടുമ്പോൾ തന്നെ ഈ വില മുതലാകും എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യമായിട്ട് AMT മോഡൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡൽ വന്നിരിക്കുകയാണ് CNGയിൽ. CNG എടുക്കാനൊക്കെ ഇരുന്ന പലരും ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതുകൊണ്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇനി അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് വാങ്ങിക്കുക. AMT മോഡലും അതുപോലെ തന്നെ CNGയും ചേരുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ലാഗ് പ്രതീക്ഷിക്കാം. പക്ഷേ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത ചോദ്യം സുധീഷ് രാജാണ് കരമന നിന്നും. ഫോക്സ് വാഗൺ ഇന്ത്യയിൽ വാഹന നിർമ്മാണത്തിനായി പങ്കാളികളെ തേടുന്നു എന്നൊരു വാർത്ത കണ്ടു. ഫോക്സ് വാഗൺ ഇന്ത്യയിലെ സ്ഥിതി ദയനീയമാണോ? പങ്കാളിയെ കിട്ടിയില്ലെങ്കിൽ കമ്പനി ഇന്ത്യ വിട്ടു പോകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫോർഡ് അങ്ങനെ പണി പറ്റിച്ചുകൊണ്ട് അതിനു മുമ്പ് എന്തായിരുന്നു ഷെവർലെ ഒക്കെ പണി പറ്റിച്ചതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് ഈ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യ വിട്ടു പോകുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ കമ്പനികളോ അല്ല അമേരിക്കൻ കമ്പനികളൊക്കെ ഇന്ത്യ വിട്ടു പോകുന്നൊരു സംശയം കാര്യമായിട്ടുണ്ട്. എന്നാൽ ഫോക്സ് വാഗൺ അങ്ങനെ ഇന്ത്യ വിട്ടു പോകാനുള്ള പ്ലാനുകളൊന്നുമില്ല. ഫോക്സ് വാഗൺ നല്ല രീതിയിലൊക്കെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ആഗോളതലത്തിൽ ഈ സ്ഥിതി അവരുടെയൊക്കെ മൊത്തം സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് വാഹന കമ്പനികൾ ഈ തരത്തിലുള്ള പങ്കാളികളെ തേടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റെനോ, നിസാൻ, സുസുക്കി, ടൊയോട്ട അങ്ങനെയുള്ള വാഹന നിർമ്മാണ കമ്പനികളൊക്കെ ഇവർ തമ്മിൽ ടൈപ്പിലാണ് വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ ഷെയർ ചെയ്യാം, വാഹന ഡിസൈൻ ഷെയർ ചെയ്യാം, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഷെയർ ചെയ്യാം, അതുപോലെ സാങ്കേതികവിദ്യ ഷെയർ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളിലും ഇവർക്ക് പരസ്പര പങ്കാളിത്തം ഉണ്ടെങ്കിൽ ഒരാളായിട്ട് തന്നെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു വാഹനമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 1,200-2,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണക്കുകൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഷെയർ ചെയ്ത് പോകുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഇപ്പം മാരുതിയും അല്ലെങ്കിൽ സുസുക്കിയും ടൊയോട്ടയും തമ്മിലുള്ള ആ ഒരു പങ്കാളിത്തം തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. മാരുതിക്ക് ഇല്ലാതിരുന്ന ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ മാരുതിക്ക് അല്ലെങ്കിൽ സുസുക്കിക്ക് ഇല്ലാതിരുന്ന ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ഇപ്പോൾ സുസുക്കിയുടെ വാഹനങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചെറിയ കാറുകളിൽ ടൊയോട്ട അത്ര അങ്ങനെ ഒരു പെർഫോം ചെയ്തിരുന്നില്ല. അത്തരം ചെറിയ വാഹനങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ മാരുതിയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ സുസുക്കിയുമായിട്ട് ചേർന്ന് അത് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കമ്പനികളും തമ്മിലുള്ള അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മൾ ഈ പറയുന്ന പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലാഭം കൂടുന്നു, അതുപോലെ തന്നെ ചിലവ് കുറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇത്തരം വലിയ ചിലവുകൾ ഒഴിവാക്കി കമ്പനികളൊന്ന് ലാഭകരമാക്കാൻ വേണ്ടിയാണ് ഇത്തരം പങ്കാളികളൊക്കെ തേടുന്നത്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ MG മോട്ടറിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു മാസം പോലുമല്ല നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ പറയുന്നത് MG മോട്ടർ ചൈനീസ് കമ്പനിയാണല്ലോ ബേസിക്കലി. അപ്പോൾ ചൈനയിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യ അധികം ഇപ്പം പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് തന്നെ MG ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക പങ്കാളികളെ തേടുന്ന ഒരു വാർത്തയുണ്ട്. അങ്ങനെ JSW എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹന രംഗത്തൊന്നും ഇല്ലാതിരുന്നൊരു കമ്പനിയാണ് MG വേണ്ടി ഇപ്പോൾ ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ MGയുടെ ടൈപ്പ് ആകുമ്പോൾ JSWൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവരും വാഹന മേഖലയിലേക്ക് കാല് വയ്ക്കുന്നതാണ്. MGയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള പങ്കാളി വരുമ്പോൾ ചൈനീസ് കമ്പനിക്കുള്ള പല പ്രശ്നങ്ങളും, ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് മാറ്റി നിർത്തുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ ഒഴിവായിട്ട് JSW എന്നുള്ള ഇന്ത്യൻ കമ്പനിയുള്ള പങ്കാളിത്തം അവർക്ക് ഗുണവും ചെയ്യും. അപ്പോൾ ഇപ്പോഴീ ഫോക്സ് വാഗണിൻ്റെ കാര്യത്തിൽ ഫോക്സ് വാഗൺ ഞങ്ങൾ പങ്കാളികളെ തേടിയാലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ രണ്ട് കമ്പനികൾ ചാടി വീണു. അതിലൊന്ന് മഹീന്ദ്രയാണ്, മറ്റൊന്ന് ഇതേ സെയിം JSW ആണ്. ഈ രണ്ട് കമ്പനികളും ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ ഈ മഹീന്ദ്രയായിട്ട് നേരത്തെ തന്നെ ചെറിയൊരു ടൈപ്പ് ഉണ്ട് ഫോക്സ് വാഗണിനെ സംബന്ധിച്ച്. അവർ ഈ ബാറ്ററിയും മറ്റും, അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയും മറ്റും പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച് എന്തോ ഒരു ധാരണയൊക്കെ നിലവിലുണ്ട് ഓൾറെഡി തന്നെ. ഇപ്പോൾ ഫോക്സ് വാഗൺ ആണെങ്കിൽ ഇപ്പോൾ ഈ പങ്കാളിയെ തേടുന്നതും EVകൾക്ക് വേണ്ടിയാണ്. EVകളുടെ രംഗത്ത് ശക്തമാകാൻ, ഗ്ലോബലി തന്നെ ശക്തമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോക്സ് വാഗൺ ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പങ്കാളികളെ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹീന്ദ്ര താല്പര്യം എടുത്തിട്ടുണ്ട്, JSWയും താല്പര്യം എടുത്തിട്ടുണ്ട്. എന്നാലും ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ CEO മുംബൈയിൽ ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ രണ്ട് കമ്പനികളുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തീരുമാനങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ചുമ്മാ അങ്ങ് തോന്നുന്നു കേട്ടോ, ഇപ്പോൾ ഫോക്സ് വാഗണും മഹീന്ദ്രയായിട്ട് ഓൾറെഡി ടൈപ്പ് ഉള്ളപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഈ രംഗത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി EVകളുടെ ബാറ്ററി കൈമാറുന്ന ഒരു രംഗത്താണല്ലോ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി EVകളുടെ രംഗത്ത് തന്നെ കൂടുതൽ മുതൽ മുടക്കാൻ രണ്ട് കമ്പനികൾ ഒരുമിച്ച് തയ്യാറാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. JSW എന്ന് പറഞ്ഞ് വാഹന രംഗവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കമ്പനിയുമായിട്ട് പങ്കാളിത്തം സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എപ്പോഴും നിലവിലുള്ള ഒരു കമ്പനിയുമായിട്ട് എന്ന് ആലോചിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ മഹീന്ദ്രയ്ക്ക് നറുക്കി വീണേക്കാം. അപ്പോൾ മഹീന്ദ്രയും
അതുപോലെ തന്നെ ഫോക്സ് വാഗണും തമ്മിൽ ചേർന്ന് EVകൾ നിർമ്മിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരു കാലം വരാനും സാധ്യതയുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അല്ലാതെ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ പങ്കാളികളെ തേടി എന്നുള്ളത് കൊണ്ട് ഈ കമ്പനി ഇന്ത്യ വിട്ട് പോവുകയാണെന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ഫോക്സ് വാഗൺ ഇന്ത്യയിൽ തന്നെ തുടരും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് വാഹന ചരിത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയുടെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് അതുപോലെ തന്നെ മഹീന്ദ്ര തുടങ്ങി ഇന്ത്യൻ കമ്പനികളുടെ ചരിത്രമാണ് പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് പറയാവുന്നത് ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയായ ഫോഴ്സ് മോട്ടോഴ്സിനെ പറ്റിയാണ്. ഈ ഫോഴ്സ് മോട്ടോഴ്സ് കാണാതെ ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ടെമ്പോ ട്രാവലർ കാണാതെ ഒരു ഇന്ത്യക്കാരൻ്റെ ദിവസം കടന്നു പോകുന്നില്ല. എവിടെ നോക്കിയാലും കാണും ഒരു ടെമ്പോ ട്രാവലർ, ഒരു പീപ്പിൾ മൂവർ എന്ന് പറഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞാലും. കല്യാണമായാലും മരണമായാലും ചാവടി യന്ത്രമായാലും അസ്ഥി ഒഴുക്കാൻ പോകുന്ന കാര്യമായാലും വിനോദയാത്ര പോയാലും എല്ലാം പോകാൻ നമുക്ക് ഒറ്റ വണ്ടിയുള്ളൂ, അത് ഫോഴ്സിൻ്റെ ട്രാവലർ എന്ന വാഹനമാണ്. അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വാഹനമാണ്. ട്രാവലറിൻ്റെ പല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് മോണോക്കോക്ക് ബോഡിയും ഒക്കെ വന്നു, അതുപോലെ നല്ല ഗംഭീരമായ അർബേനിയ എന്ന മോഡലൊക്കെ വന്നപ്പോഴത്തേക്കും വളരെ ആധുനികമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും 1958 മുതൽ 2005 വരെ ബജാജ് ടെമ്പോ മോട്ടോഴ്സ് എന്നായിരുന്നു ഈ വാഹനത്തിൻ്റെ പേര്. നമ്മൾ പറയുവാനില്ല, ടെമ്പോ ട്രാവലർ എന്നൊക്കെ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാകും. ആ കമ്പനിയാണ് പിന്നീട് 2005 തൊട്ട് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന പേരിലേക്ക് മാറിയത്. ഈ പേര് കാണുന്ന ടെമ്പോ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ടെമ്പോ എന്ന വാഹന നിർമ്മാതാവുമായുള്ള ജോയിൻ്റ് വെഞ്ചറിൽ നിന്ന് ലഭിച്ചതാണ് ഈ കമ്പനിക്ക്. ട്രാവലർ, ട്രാക്സ്, ഗൂർഖ, ബൽവാൻ ട്രാക്ടറുകൾ എന്നിവയാണ് കമ്പനി പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്. 5090 കോടി രൂപയാണ് വാർഷിക വരുമാനം. 10,000-ലധികം പേര് ഈ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപർപ്പസ് വാൻ നിർമ്മാതാവ് ഫോഴ്സ് മോട്ടോഴ്സാണ്. കൂടാതെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഫോഴ്സ് മോട്ടോഴ്സ്. ബജാജ് ട്രേഡിംഗ് എന്ന കമ്പനിയുടെ ഭാഗമായാണ് ബജാജ് ടെമ്പോ എന്ന പേരിൽ NK ഫിറോദിയ 66 വർഷം മുമ്പ് കമ്പനിക്ക് തുടക്കമിട്ടത്. 1951 ചെറിയ 3 വീലറുകളും ചെറിയ ട്രക്കുകളും അസംബിൾ ചെയ്യാനായിട്ട് പ്ലാന്റ് സ്ഥാപിച്ചു. ജർമ്മനിയിൽ ടെമ്പോ കമ്പനിയിൽ നിന്നാണ് ഇതിനുള്ള ലൈസൻസും അതുപോലെ തന്നെ പാർട്സും ഒക്കെ നേടിയത്. അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യായിരുന്നു. ഈ കമ്പനിയുടെ 26% ഷെയറുകളും ടെമ്പോ കമ്പനിയിലായിരുന്നു കുറേ കാലം. 1971 ടെമ്പോ കമ്പനി മെഴ്സിഡസ് സ്വന്തമാക്കി. അതായത് മെഴ്സിഡസ് ബെൻസ് ടെമ്പോ എന്ന് പറഞ്ഞ കമ്പനിയെ സ്വന്തമാക്കി. മെറ്റഡോർ ടെമ്പോ വാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ. ഫോക്സ് വാഗൺ ഒരു വാനുമായിട്ട് സാമ്യമുള്ള രീതിയിൽ ഓർമ്മ ഉണ്ടാവുമല്ലോ, പഴയ മെറ്റഡോർ വാനുകൾ നമ്മൾ വിളിക്കുന്നത്. അതാണ് ആദ്യമായിട്ട്, അത് നമ്മുടെ ആഡ് സിനിമയിലൊക്കെ ജയസൂര്യൻ സംഘവും സഞ്ചരിക്കുന്ന ആ വാനാണ് മെറ്റഡോറിൻ്റെ അന്നത്തെ വാൻ. അതാണ് ആദ്യത്തെ ഇന്ത്യയിലെ ഒരു ഡീസൽ MPV എന്ന് വിളിക്കാവുന്ന വാഹനം. ടെമ്പോ ഹാൻസീറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു 3 വീലർ അവർ നിർമ്മിച്ചിരുന്നു. അതൊരു ഭീകര മുഖമുള്ള സാധനമായിരുന്നു. അതെന്ന് വെച്ചാൽ അതൊക്കെ പണ്ടേ നിർമ്മാണം നിലച്ചതാണെങ്കിലും ഇപ്പോൾ നമ്മൾ UP-ലൊക്കെ ഇൻറ്റീരിയർ ഗ്രാമങ്ങളൊക്കെ പോയാൽ കാണാം, തകർന്ന് തരിപ്പണമായ രീതിയിൽ ഇങ്ങനെ കൊക്ക് പോലിരിക്കുന്ന മുഖമായിട്ടൊരു 3 വീലർ പോകുന്നത്. അതാണ് ഹാൻസീറ്റ് എന്ന് പറയുന്നത്. കണ്ടാൽ പേടിയാകുന്നൊരു സാധനം. അതിൻ്റെ ഓടാനുള്ള അടിസ്ഥാന സാധനങ്ങളല്ല ഒന്നും ഉണ്ടാവുകയില്ല. ഇപ്പോഴും അതിൽ ആളെ കുത്തി നിറച്ച് ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹാൻസീറ്റ് എന്ന പേരിലും 3 വീലർ ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നു. 87-ലാണ് ടെമ്പോ ട്രാവലർ നിർമ്മാണം തുടങ്ങിയത്. ഇതിൻ്റെ ഡിസൈനും നിർമ്മാണവും മെഴ്സിഡസ് ബെൻസിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. ഇപ്പോഴും ബെൻസിൻ്റെ അതേ രീതിയിലൊക്കെ തന്നെയാണ്. അർബേനിയ വന്നപ്പോൾ ചെറിയ മാറ്റം വന്നെങ്കിലും വലിയ മാറ്റം ഇല്ല. അർബേനിയ ബെൻസിൻ്റെ പുതിയ മോഡലിൻ്റെ ഒരു കോപ്പി എന്നാണ് പറയേണ്ടത്. പഴയ ടെമ്പോ ട്രാവലർ, ഇപ്പോൾ വരുന്ന ടെമ്പോ ട്രാവലറും എല്ലാം ബെൻസിൻ്റെ പഴയ ഒരു വാനിൻ്റെ അതേ രീതി തന്നെ നിർമ്മിക്കുന്നത്. 2003 മാൻ എന്ന കമ്പനിയുമായിട്ട് ചേർന്ന് മാൻ ഫോഴ്സ് ട്രക്ക് എന്ന പേരിൽ ട്രക്കുകൾ നിർമ്മിച്ചു. വാഹനങ്ങൾ കൂടാതെ എൻജിൻ, ട്രാൻസ്മിഷൻ എന്നിവയൊക്കെ ഫോഴ്സ് മോട്ടോഴ്സ് നിർമ്മിക്കുന്നുണ്ട്. BMW-ൻ്റെ എൻജിൻ, ട്രാൻസ്മിഷൻ എന്നിവയൊക്കെ നിർമ്മിക്കുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഫോഴ്സിൻ്റെ പ്ലാന്റിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ റോൾസ് റോയ്സിന് വേണ്ടിയും ചില ഘടകങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിമാസം 2500-ലധികം യൂണിറ്റുകളാണ് ടെമ്പോ വാഹനങ്ങളതായിട്ട് വിറ്റ് പോകുന്നത്. നമുക്കറിയാം ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പോകുന്ന ടെമ്പോ ട്രാവലർ ആണെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് ഗൂർഖ എന്ന മോഡലിലെ 5 ഡോറൊക്കെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ കാര്യമായ രീതിയിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റു കാര്യങ്ങളും. ഇനി പറയാനുള്ളത് പോപ്പുലർ ഹുണ്ടയെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായി വാഹനം ഓടിച്ച് നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് ഓടിച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പറയുക. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പോപ്പുലർ ഹുണ്ടായെ പറ്റി ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് പറയാം. തീർച്ചയായിട്ടും 100% പരാതി പരിഹരിക്കുന്നതായിരിക്കും. അത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതികളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, തീർച്ചയായിട്ടും വിളിച്ച് പറയാം.
മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് പറയാനുള്ളതാണ്. ഞാനവിടെ വന്നപ്പോൾ സർവീസ് ഗംഭീരമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ സെയിൽസിൻ്റെ എക്സ്പീരിയൻസ്, വാഹനം വാങ്ങിച്ചുള്ള എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിളിച്ച് പറയുക, അതൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നിങ്ങളും ഹ്യുണ്ടായും പോപ്പുലർ ഹ്യുണ്ടായും തമ്മിലുള്ള ഒരു ലിങ്കാണ് ഈ ഒരു ഫോൺ നമ്പർ എന്നാണ് പറയേണ്ടത്. അത് സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. ഇനി അങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം, baijuannair ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, baijuannair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദുബായിൽ നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ദുബായിൽ നിന്ന് നന്ദി പറയുന്നു. ബൈ.